എൻ്റെ പേര് സുരേഷ് എന്നാണ്. ഞാനൊരു 1.25 ഏക്കർ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടും അല്ലാതെ കുറേ പ്ലാന്റേഷനുണ്ട്. റംബുത്താനുണ്ട്, മാംഗോസ്റ്റിനുണ്ട്, ഡുറിയാനുണ്ട്, അബിയുണ്ട്. കുറേ വെറൈറ്റി ഫ്രൂട്ട്, എക്സോട്ടിക് ഫ്രൂട്ടാണ് ഞാൻ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. ഈ സെക്ഷൻ കംപ്ലീറ്റ് നമ്മൾ മിവാവരാണ്. ഈ സീസണിൽ നമ്മളിപ്പോൾ ഓൾറെഡി 2 പ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞ് ഈ കണ്ട മറ്റുള്ള ഫ്ലവർ എന്ന ഒരു ഡിഫറൻസ് ഫ്ലവറാണിത്. ഇത് തൈവാൻ സ്വീറ്റ് എന്നൊരു വെറൈറ്റിയാണ്, തൈവാൻ സ്വീറ്റ്. ഇത് പർപ്പിൾ ഹാസ് എന്നൊരു വെറൈറ്റിയാണ്. പർപ്പിൾ ഹാസിൽ 2 ടൈപ്പ് വെറൈറ്റി ഉണ്ട്. ഇതും സെൽഫ് പോളിനേഷൻ അല്ല, ക്രോസ് പോളിനേഷനാണ്. അശ്വന്ത ഫയർ, അശ്വന്ത 1, 2, 3, 4, 5, 6 വരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നാഷണൽ മാസ്റ്റിക് എന്നൊരു വെറൈറ്റിയാണ്. നാഷണൽ മാസ്റ്റിക് നല്ല ഫ്രൂട്ടാണ്. പിന്നെ ഈ എൻ്റെ മുറിച്ചതിൻ്റെ ടിപ്പിംഗ് എന്ന് പറയും. ഡ്രാഗൺ ഫ്രൂട്ട് കണ്ട ഇത് വളർന്ന് പൂർത്തിയായില്ല. വളർന്ന് പൂർത്തിയാകുമ്പോൾ ഈ ഭാഗം കുറച്ചുകൂടെ റൗണ്ടായി വരും. അപ്പോൾ അതിൻ്റെ അഗ്രം ഒരു 2 ഇഞ്ച് മുറിച്ച് കളയാം. ഇത് കണക്ക്. അപ്പോൾ അതിനെ ടിപ്പിംഗ് എന്ന് പറയും. ഡ്രാഗണിൽ പുതിയ ഇനങ്ങളും പുതിയ കൃഷിരീതികളുമായി സുസ്കോ ഗാർഡൻ. കരിക്കിനോട് സാമ്യമുള്ള ബ്രൂണായി, പഞ്ചസാരയെ വില്ലുന്ന ഷുഗർ ഡ്രാഗൺ, എപ്പോഴും കായ്കൾ വിളയുന്ന ജിൻഡു, പുറം പച്ചയും അകം ചുവപ്പുമായി ബ്യൂട്ടി ബെറി, ധാരാളം കായ്കൾ വിളയുന്ന മിബാബോ. ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള വൈവിധ്യമാർന്ന 60ഓളം ഇനം ഡ്രാഗൺ പഴങ്ങളുടെ ശേഖരം. വിദേശ രാജ്യങ്ങളിലേതുപോലെ ഡ്രാഗൺ പൊക്കം കുറച്ച് പടർത്തി വളർത്തുന്ന ട്രെയിലിംഗ് രീതി. രാജ്യമെമ്പാടും മികച്ച ഇനം ഡ്രാഗൺ തൈകളുടെ വിപണന സംവിധാനം. ഡ്യൂറിയാൻ, അവോക്കാഡോ, മാംഗോസ്റ്റീൻ, റംബുട്ടാൻ തുടങ്ങിയ വിദേശ ഫല ഇനങ്ങളുടെയും സ്വദേശി ഫല ഇനങ്ങളുടെയും വിപുലമായ ശേഖരം. ആറ്റിങ്ങൽ, മുതാക്കൽ, കൈപ്പറ്റയിൽ പ്രവാസിയായ സുരേഷ് നടത്തുന്ന കൃഷിവകുപ്പിന്റെ അംഗീകൃത നഴ്സറിയായ സുസ്കോ ഗാർഡൻസിനെ പറ്റി പറയാൻ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഫലവർഗ വ്യാപന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിവകുപ്പിന്റെ സാങ്കേതിക സാമ്പത്തിക സഹായം കൂടി ലഭ്യമായപ്പോൾ കേരളത്തിലെ എന്നല്ല രാജ്യത്തൊട്ടാകെയുള്ള ഡ്രാഗൺ ഫ്രൂട്ട് പ്രേമികൾക്ക് കാണാനും പഠിക്കാനും ഉതകുന്ന മികച്ച നഴ്സറിയാണ് ഇന്ന് സുസ്കോ ഗാർഡൻ. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യവേ വിയറ്റ്നാം സന്ദർശിക്കുന്ന വേളയിലാണ് ഡ്രാഗൺ പഴങ്ങൾ രുചിക്കാനും പിന്നീട് അവയുടെ പ്രചാരകനാകാനും സുരേഷിന് അവസരം ലഭിക്കുന്നത്. ഞാനൊരു 10-22 വർഷം പുറത്തായിരുന്നു, ദുബായിലുണ്ടായിരുന്നു. ഓയിൽ ഫീൽഡിലായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 28 ദിവസം എനിക്ക് വർക്ക് ചെയ്യുക. നമ്മളെ മെയിൻ ഓഫീസ് ബഹറിനിലാണ്, ഡ്രില്ലിംഗ് റിഗിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും ജോലി സംബന്ധം പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വിയറ്റ്നാമിൽ പോയി. അവിടെ വെച്ചാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുകയും ഡ്രാഗൺ ഫ്രൂട്ട് കാണുകയും ചെയ്ത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങുമ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊരു കഴിച്ചിട്ടില്ലായിരുന്നു. അതായത് 18-16 കൊല്ലം മുമ്പ് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഒരു ഫ്രൂട്ട് ഇതിനകത്ത് കഴിക്കാൻ കാര്യമായിട്ടൊന്നും കാണത്തില്ല. കാരണം അതിൻ്റെ ഔട്ട് സൈഡ് കണ്ട ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത രൂപം. ഇപ്പോൾ കഴിക്കാൻ ഒത്തിരി കാണുമെന്ന് വെച്ചു. പക്ഷേ എന്നാലും കഴിക്കാൻ ഞാനൊരു ഫ്രൂട്ട് പ്രേമിയായതുകൊണ്ട് അത് വാങ്ങിച്ച് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് വേസ്റ്റേജ് കുറവാണ്. ഈ കാണുന്ന തൊലി മാത്രമേ, ബാക്കി മൊത്തം ഭക്ഷ്യയോഗ്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലോട്ട് വന്നത്. പഴങ്ങളുടെ വിൽപ്പനയേക്കാൾ പുതിയ ഇനങ്ങളുടെ വ്യാപനത്തിലാണ് സുരേഷിന്റെ ശ്രദ്ധ. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വൈവിധ്യമാർന്ന ഇനങ്ങളുടെ പുതിയ തൈകൾ തായ്വാൻ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ച് പ്രവർത്തനം ചെയ്ത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ വിപണനം ചെയ്യുന്നതിന് ഒരു 8 അംഗ കൂട്ടായ്മയുമുണ്ട്. 150 രൂപ മുതൽ 10,000 രൂപ വരെ വിലയുള്ള ഡ്രാഗൺ തൈകളുടെ ശേഖരം സുരേഷിനുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഒരു ഗ്രൂപ്പുണ്ട്. നമ്മൾ 8 പേരാണ് നമ്മൾ ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് ഉള്ളത്. അത് ഒരാൾ രാജസ്ഥാനിലുള്ള ആൾ, ഒരാൾ ഗുജറാത്തിലുള്ള ആൾ, ഒരാൾ ഹരിയാനയുള്ള ആൾ. വലിയൊരു യൂട്യൂബറാണ്, കൃഷി മിത്ര എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് കണ്ടാൽ അറിയാം. പുള്ളി ഒരുപാട് ഏക്കറിൽ കൃഷി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവിടെയെല്ലാം ഞങ്ങളെപ്പോലെ 1 ഏക്കറോ 2 ഏക്കറോ 3 ഏക്കറോ എന്നല്ല കൃഷി ചെയ്യുന്നത്. 80-100 ഏക്കർ കൃഷി ചെയ്യുന്ന കർഷകർ അത് ഞാൻ പോയി വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പുതിയ തൈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊള്ളാമെങ്കിൽ ബെനിഫിറ്റ് ആണെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ പോകും. അപ്പോൾ ടോട്ടലി എക്സ്പെൻസ് നമ്മൾ 8 ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന പ്ലാന്റുകൾ 8 ഡിവൈഡ് ചെയ്ത് എല്ലാം കൂടെ പങ്കുവെച്ചെടുക്കും. അങ്ങനെയാണ് നമ്മൾ പുതിയ വെറൈറ്റികൾ കൊണ്ടുവരുന്നത്. അല്ല ഏതെങ്കിലും വെറൈറ്റി കൊണ്ടുവരും, അല്ലാതെ കഴിച്ച് നോക്കി അതിൻ്റെ ടേസ്റ്റ് നോക്കി നല്ല വെറൈറ്റികൾ മാത്രം കളക്ട് ചെയ്ത്. അങ്ങനെ ഞങ്ങളിപ്പോൾ കളക്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ 64 വെറൈറ്റി കൊടുക്കാറുണ്ട്, റെഡിയുണ്ട്. കാരണം അങ്ങനെ എടുത്തു പറയുന്നത് 2 കൊല്ലം കാച്ചെങ്കിലേ നമ്മൾ ആ പ്ലാന്റ് കട്ട് ചെയ്ത് കൊടുക്കത്തുള്ളൂ.
അപ്പോൾ 10-64 വെറൈറ്റികൾ പോകും. 60 വെറൈറ്റിയെ കൊടുത്തിട്ടുള്ളൂ, ആകെയൊന്നും കൊടുത്തിട്ടില്ല. കൊടുക്കാത്ത ഒരുപാട് വെറൈറ്റികൾ ഞങ്ങളെ ഉണ്ട്. മിബാബോ എന്ന തായ്വാൻ ഇനം ഇന്ത്യയിൽ തന്നെ ആദ്യമായി സുസ്കോ ഗാർഡനിലാണ് എത്തിയതെന്ന് സുരേഷ് അവകാശപ്പെടുന്നു. ഇപ്പം മിബാബോ ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും ഞാനാണ്. തൈവാൻ്റെ മിബാബോ ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്ന ഞാനാണ്. അപ്പോൾ അത് ധാരാളം ഞങ്ങളിപ്പോൾ കൃഷി ചെയ്തിട്ടുണ്ട്. മിബാബോ നല്ല ഫ്രൂട്ടാണ്, ടേസ്റ്റ് ഫ്രൂട്ടാണ്, വലിയ ഫ്രൂട്ടാണ്, നല്ല സ്വീറ്റാണ്. പിന്നെ അതിൻ്റെ കീപ്പിംഗ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ സെൽഫ് ലൈഫ് കൂടുതലാണ്. കാരണം അത് അതിൻ്റെ സ്കിന്ന് നല്ല കനമുള്ളതുകൊണ്ട് പെട്ടെന്ന് കേടാകില്ല. സാധാരണ ഡ്രാഗൺ ഫ്രൂട്ട് പൂത്ത് കഴിഞ്ഞാൽ 35-40 ദിവസം പറിക്കണം, അല്ലെങ്കിൽ എൻ്റെ സ്കിൻ പൊട്ടും. മിബാബോ അങ്ങനെ പൊട്ടാറില്ല. നമ്മളിപ്പോൾ ഒരു 15 ദിവസം 20 ദിവസം കൂടെ അധികം കീപ്പ് ചെയ്താലും പ്ലാന്റ് നിൽക്കും. പറിച്ച് വെച്ചാലും ഒരു 10-15 ദിവസം ഇരിക്കും, കേടാകുകയില്ല. നല്ല മധുരമാണ് മിബാബോ. എൻ്റെ ഇതിൽ നല്ലൊരു ഫ്രൂട്ടാണ്. ഇങ്ങനെ ഈ തോട്ടത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന വിവിധ ഇനം ഡ്രാഗണുകളെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് സുരേഷ്. ഈ സെക്ഷൻ കംപ്ലീറ്റ് നമ്മളെ മിബാബോരാണ്. ഈ സീസണിൽ നമ്മളിപ്പോൾ ഓൾറെഡി 2 പ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞ് ഇത് 3ാമത്താണ് റെഡിയായി കിടക്കുന്നത്. പഴുത്തില്ല, പഴുത്ത 3-4 കായേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു 15-20 ദിവസം കഴിയുമ്പോൾ വിളവെടുക്കാൻ പറ്റും. അതുകൊണ്ട് കാ ധാരാളം ഉള്ളതുകൊണ്ടാണ് കായയുടെ സൈസ് വലുത്. അല്ലെങ്കിൽ 1 കിലോ 800 ഗ്രാം 1 കിലോളം കായാവും. നല്ല സ്വീറ്റാണ്. 22-23 ബെക്സ് മധുരമുണ്ട്. നല്ല സ്വീറ്റാണ്. ഈ കണ്ട മറ്റുള്ള ഫ്ലവർ എന്ന ഒരു ഡിഫറൻസ് ഫ്ലവറാണിത്. ഇത് എൻ്റെ ഒരേ ഒരു പ്രാവശ്യം ഹാൻഡ് പോളിനേഷനാണ്. ഇത് സെൽഫ് പോളിനേറ്റ് ആവില്ല. അപ്പോൾ ഏതെങ്കിലും പൂപ്പൊടി എടുത്ത് വേറെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂമ്പൊടി എടുത്ത് ഇതിൽ പോളിനേറ്റ് ഇറങ്ങണം. പക്ഷേ വളരെ സ്വീറ്റാണ്. അതായത് കരിക്കിൻ്റെ ടേസ്റ്റാണ്. കോക്കനട്ട് ഫ്ലവറാണ്. ബ്രൂണിയാണ് എൻ്റെ പേര്, ബ്രൂണി. നല്ലൊരു വെറൈറ്റിയാണ്. നിറയെ കായ്ക്കും. ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ വീട്ടിൻ്റെ അടുത്ത് വയ്ക്കുന്ന ആൾക്കാർ ഫ്ലവർ കാണാൻ വേണ്ടി തന്നെ ഇത് വയ്ക്കാറുണ്ട്. നല്ലൊരു വെറൈറ്റിയാണ് ബ്രൂണി. ഇത് തൈവാൻ സ്വീറ്റ് എന്നുള്ള വെറൈറ്റിയാണ്. തൈവാൻ സ്വീറ്റ് ഇത് നല്ല മധുരമാണ്. കായയുടെ സൈസ് ഒരു 350-400 ഗ്രാമേ വരും. പക്ഷേ മധുരം കൂടുതലാണ്. 23 ബ്രിക്സ് 22-21 ബ്രിക്സ് മധുരം വരും. ഇപ്പം മഴയാണ്ട് 20 ബ്രിക്സ് 21 ബ്രിക്സേ വരും. 18ൻ്റെ മുകളിലൊന്നും നല്ല മധുരമാണ്. നിറയെ കായ്ക്കും. തൈവാൻ സ്വീറ്റ് തൈവാൻ്റെതാണത്. ഇത് പർപ്പിൾ ഹാസ് എന്നൊരു വെറൈറ്റിയാണ്. പർപ്പിൾ ഹാസിൽ 2 ടൈപ്പ് വെറൈറ്റി ഉണ്ട്. ഒന്ന് ഹാൻഡ് പോളിനേഷനും ഒന്ന് സെൽഫ് പോളിനേഷനും. ഇത് സെൽഫ് പോളിനേഷനാണ്. വളരെ സ്വീറ്റാണ്, വലിയ കായാണ് പർപ്പിൾ ഹാസ്. ഇതൊരു നല്ല വെറൈറ്റിയാണ്. ഷുഗർ ഡ്രാഗൺ. ഇതിന് 2 ഗുണങ്ങളുണ്ട്. ഒന്ന് സെൽഫ് പോളിനേഷനാണ്, മറ്റൊന്ന് ഇതിൻ്റെ പൂമ്പൊടി എടുത്തിട്ട് ഏതിലും പരാഗണം നടക്കും. ഇപ്പോൾ ക്രോസ് പോളിനേഷനുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൽ സ്പെഷ്യലായിട്ട് ഇടുന്നത് ഒന്നീ 1000 പിങ്ക് അല്ലെങ്കിൽ ഷുഗർ ഡ്രാഗൺ. ഇതിൻ്റെ പോളിനേറ്റ് ഇട്ടാൽ ഇതിൻ്റെ പൂമ്പൊടി ഇട്ടാൽ അത് 100% ഫ്രൂട്ടായിരിക്കും. പോളിനേറ്റം കറക്റ്റായിട്ട് നടക്കും. ഫ്രൂട്ടിൻ്റെ പെടുന്ന വെച്ചാൽ ഫ്രൂട്ട് ചെറുതാണ്, പക്ഷേ ഭയങ്കര സ്വീറ്റാണ്. ഒറിജിനൽ ഷുഗർ ഡ്രാഗണിൻ്റെ പേരിണക്കന് പഞ്ചസാര വായിട്ടാണ് കരിക്കും. അലിഞ്ഞ് പോകും. അത്ര നല്ല ടേസ്റ്റാണ് ഷുഗർ ഡ്രാഗൺ. ചെറിയ ഫ്രൂട്ടാണ്. ഒരു 300 ഗ്രാമേ വരും. നല്ല ഫ്രൂട്ടാണ്. ധാരാളം പിടിക്കും. കഴിഞ്ഞതിന് ഒരുപാട് പിടിച്ച് നല്ല ഫ്രൂട്ടാണ്. ഇതും സെൽഫ് പോളിനേഷൻ അല്ല, ക്രോസ് പോളിനേഷനാണ്. അശ്വന്ത ഫയർ. അശ്വന്ത 1, 2, 3, 4, 5, 6 വരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എഡ്കർ എന്നൊരാളാണ് ഡെവലപ്പ് ചെയ്തത്. ഓസ്ട്രേലിയയിലുള്ള ബ്രസീലിലുള്ള. ഇത് കണ്ട ഇത് ഹാൻഡ് പോളിനേഷനാണ്. അശ്വന്ത 5 ആണിത്. അശ്വന്ത 5 നല്ല ടേസ്റ്റി ഫ്രൂട്ടാണ്. പക്ഷേ ഇത് ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കണം. അശ്വന്ത 5 ധാരാളം പൂക്കും, ധാരാളം കായ്ക്കും. ഉണ്ടാക്കാണ്ട് പൂവുണ്ടല്ലേ. ഫ്രൂട്ട് ഇൻസൈഡ് റെഡ് തന്നെയാണ്, ഔട്ട്സൈഡ് റെഡ് തന്നെയാണ്. നല്ല ഫ്ലവറാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണിത് അശ്വന്ത 5. കഴിഞ്ഞാൽ നമുക്കൊരു 3-4 ഫ്രൂട്ടിനെ കിട്ടി. ഇതിപ്പോൾ ഇനി ഹാൻഡ് പോളിനേഷൻ ചെയ്യണം. ഇത് നാഷണൽ മാസ്റ്റിക് എന്നൊരു വെറൈറ്റിയാണ്. നാഷണൽ മാസ്റ്റിക് നല്ല ഫ്രൂട്ടാണ്, ജ്യൂസിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കാണിക്കാം. നാഷണൽ മാസ്റ്റിക്കാണ്. നല്ല ഫ്രൂട്ടാണ്. ഇതൊരു നല്ല വെറൈറ്റിയാണ്. ഇത് ബ്യൂട്ടി ബെറി എന്ന് പറയും. ബ്യൂട്ടി ബെറി എന്ന് വെച്ചാൽ എൻ്റെ ഔട്ട്സൈഡ് സ്കിൻ എപ്പോഴും ഗ്രീൻ തന്നെ ആയിരിക്കും. ഇൻസൈഡ് റെഡ് ആയിരിക്കും. ഔട്ട്സൈഡ് ഗ്രീൻ, ഇൻസൈഡ് റെഡ്. ഇതൊരു ചൈനീസ് വെറൈറ്റിയാണ്, ജിൻഡു. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോങ് ടൈം, ഒരു വർഷത്തിൽ 5-6 മാസം കായ്ക്കും. നിറയെ കായ ഉണ്ടാക്കി, എപ്പോഴും കായ ഉണ്ടായിരിക്കും. കായയുടെ സൈസ് അല്പം ചെറുതായിരിക്കും, പക്ഷേ എപ്പോഴും കായ ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഒരു 3 പ്രാവശ്യം നമ്മൾ വിളവെടുത്താണ്. അടുത്ത റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്വീറ്റാണ്, റെഡാണ്. ഇത് ലെമൺ ഓറഞ്ചാണ്. ഇതിൻ്റെ പേര് കണക്ക് തന്നെ ലെമൻ്റെ സ്വീറ്റാണ്. നല്ല സ്വീറ്റാണ്. ഒരു 24 ബ്രിക്സ് മധുരമുണ്ട്. ഔട്ട്സൈഡ് ഓറഞ്ച് കളറാണ്, ഇൻസൈഡ് വൈറ്റാണ്. സെൽഫ് പോളിനേഷനാണ്. നല്ല കായാണ്, ധാരാളം പിടിക്കും. ഇപ്പോൾ ഇതിൽ കായില്ലാത്തതെന്ന് വെച്ചാൽ കാ കുറവെന്ന് വെച്ചാൽ ഒരുപാട് കട്ടിങ്ങിൽ മുറിച്ച് പോയി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച് നടയിൽ വസ്തുക്കളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നടയിൽ വസ്തുക്കൾ ഇതിൽ നിന്ന് ഒരുപാട് മുറിച്ച് പോയിട്ടുണ്ട്. നല്ല നല്ല കട്ടിങ്സ് എല്ലാം ഒരുപാട് മുറിച്ച് പോയി. അതാണ് കാ കുറവ്. എന്നാലും ഉള്ള ഒരെണ്ണത്തിൽ കണ്ടാൽ പൂത്ത കണ്ട. ഇത് തൈവാൻ ഹണി എന്നൊരു വെറൈറ്റിയാണ്.
തൈവാൻ ഹണി. വളരെ സ്വീറ്റാണ്, 23 ബ്രിക്സ് മധുരമാണ് തൈവാൻ ഹണി. പുതിയ വെറൈറ്റിയാണ്, തൈവാൻ എന്ന ഒന്നാണ് തൈവാൻ ഹണി. വളരെ സ്വീറ്റ് വെറൈറ്റിയാണ്. ഇത് LD5 ഒരു പുതിയ വെറൈറ്റിയാണ്, LD5 ഹൈബ്രിഡ്. ഇത് കാഴ്ച പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. ഇത് താഴെയുണ്ട്, പിന്നെ വീട്ടിലുണ്ട്. LD5 ഹൈബ്രിഡാണ്. കൺട്രി റോഡാണ്. ഇത് ക്രോസ് പോളിനേഷനാണ്, നല്ല സ്വീറ്റാണ്. ഇത് അകവും പുറവും റെഡ് തന്നെയാണ്. ഫ്ലവർ നല്ലൊരു ഫ്ലവറാണ്, പക്ഷേ ക്രോസ് ചെയ്യണം, നിങ്ങൾ കൈ കൊണ്ട് പോളിനേറ്റ് തുടങ്ങണം. സെൽഫായി കഴിഞ്ഞാൽ ചെറിയ കായ ഉണ്ടാവും. ഇതും ഒരുപാട് കമ്പ് പോയതുകൊണ്ടാണ് കമ്പയിൽ കുറവ്, നിറയെ കമ്പുകളിൽ നിന്ന് പോയിരിക്കുകയാണ്. ഡ്രാഗൺ പഴങ്ങളുടെ ഇനവൈവിധ്യത്തിൽ മാത്രമല്ല, കൃഷി രീതികളിലും ആഗോളതലത്തിൽ അനുവർത്തിക്കുന്ന രീതികളും സുരേഷ് പരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ലോകം മൊത്തം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നത് ഹൈറ്റ് കുറച്ചാണ്. കാരണം ഹൈറ്റ് കൂടി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മളത് മെയിൻ്റെനൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വർഷത്തിലൊരിക്കലെങ്കിലും ഒരു പ്രാവശ്യം പോരും, 2-3 പ്രാവശ്യം പ്രൂൺ ചെയ്യേണ്ടി വരും. കാരണം എക്സ്ട്രാ കമ്പുകൾ വെട്ടിക്കളയേണ്ട, കാരണം ഓവർ ഗ്രോത്ത് ഇത് കണ്ടാൽ ഇപ്പോൾ ഓവർ ഗ്രോത്താണ്. ഇപ്പോൾ ഓവർ ഗ്രോത്തുള്ള കമ്പുകൾ നമ്മൾ കുറച്ചൊക്കെ പ്രൂൺ ചെയ്യണം. അപ്പോൾ ഹൈറ്റ് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, സമയം ലോസ് ആവും. അപ്പോൾ എപ്പോഴും ഹൈറ്റ്, എൻ്റെ എക്സ്പീരിയൻസ് ഉള്ളത്, എൻ്റെ മാത്രമല്ല, ഇപ്പോൾ വിയറ്റ്നാമിൽ തൈവാനിലൊക്കെ ഒരു ഹൈറ്റ് കുറച്ചാണ് ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് പ്രൂൺ ചെയ്യാനും ആവശ്യമുള്ളത് കട്ട് ചെയ്ത് കളയാനും ഫ്രൂട്ട് എടുക്കാനും ഒക്കെ എളുപ്പം ആവറേജ് ഹൈറ്റാണ്. ചില ആൾക്കാർ ആദ്യം ഒരുപാട് ഹൈറ്റ് കൂട്ടി വെച്ച് അവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാനേജ് ചെയ്യാൻ വേണ്ടി. ഓരോ മൂട്ടിലും ഏണി കൊണ്ടുവന്ന് പറിക്കുക, അതൊന്നും പോസിബിൾ അല്ല, ഒരുപാട് ടൈം വേസ്റ്റ് ആവും. പക്ഷേ എപ്പോഴും നമ്മുടെ ആവറേജ് ഹൈറ്റ് വയ്ക്കുക, ആ രീതിയിൽ കൃഷി ചെയ്യുക. പോസ്റ്റിട്ട് വളർത്തുന്നതിനേക്കാൾ ചിലവ് കൂടുമെങ്കിലും ഒരേക്കറിൽ കൂടുതൽ ചെടികൾ ഉൾക്കൊള്ളിക്കുന്നതിനാൽ ഈ രീതിയിലൂടെ കൂടുതൽ ആദായവും ലഭിക്കും. നമുക്ക് 2 രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാം. ഒന്ന് പോസ്റ്റ് ഇട്ട് ചെയ്യാം, പോസ്റ്റ് സിസ്റ്റം. അപ്പോൾ ഒരു പോസ്റ്റിൽ നമുക്ക് 4 ചെടിയെ നടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഈൽഡ് കുറവായിരിക്കും, ഒരുപാട് സ്ഥലം വേണം. ഇപ്പോൾ ഒരു ഏക്കറിൽ മാക്സിമം ഒരു 380-360 പോസ്റ്റ് ഇടാം. അപ്പോൾ അതിൻ്റെകളും നമുക്ക് ആ ഒരു ഏക്കറിൽ ട്രെയിലിംഗ് സിസ്റ്റം ചെയ്യണമെങ്കിൽ, അതായത് ഈ കാണുന്ന സിസ്റ്റം ചെയ്യണമെങ്കിൽ ഒരു ഏക്കറിൽ നമുക്ക് 700-800 തൈയോളം നടാം. അതിൽ കൂടുതൽ തൈ നടാം, നമുക്ക് കൂടുതൽ ഈൽഡ് കിട്ടും, പെട്ടെന്ന് നമുക്ക് ഈൽഡ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു ബെനിഫിറ്റുണ്ട്. അപ്പോൾ അതാണ് ആൾക്കാർ ഇപ്പോൾ എല്ലാം ട്രെയിലിംഗ് സിസ്റ്റത്തിലേക്ക് പോകുന്നത്. ട്രെയിനിങ് സിസ്റ്റത്തിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്കല്ല, അതൊത്തി മാനേജ് ചെയ്യുന്നത് വെച്ചാൽ ആവശ്യമില്ലാത്ത കമ്പുകൾ വെട്ടി മാറ്റി കിടക്കേണ്ടത് ഓവർ ഗ്രോത്ത് ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രൂണിങ് 3 മാസം 2 മാസം കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യേണ്ടി വരും. ഓവർ ഗ്രോത്തുള്ള കമ്പുകൾ വെട്ടി മാറ്റി വരും. ട്രെയിലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം പോസ്റ്റ് ഇടുക, ആദ്യം ഒരു പോസ്റ്റ് ഇടുക, അവിടെ നിന്നൊരു 8 അടി മാറി അടുത്ത പോസ്റ്റ് ഇടുക. അങ്ങനെ 8 അടിയിൽ പോസ്റ്റ് ഇട്ട് പോവുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ക്രോസായിട്ട് ഹോളുണ്ടല്ലോ, നമ്മൾ സാധാരണ ഡ്രാഗൺ ഫ്രൂട്ട് പോസ്റ്റ് ചെയ്യുന്നതിൽ ക്രോസ് ഹോൾ ഇട്ടുക. അതിലൊരു 14 അമ്പം കമ്പി കയറ്റിയിട്ട് രണ്ട് കമ്പികൾ പാരലായിട്ട് ഇട്ട് വരിക. ഈ കാണുന്ന കണക്ക് പാരലായിട്ട് ഇട്ട് വരിക. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇത് പ്ലാസ്റ്റിക് പൈപ്പാണ്. പ്ലാസ്റ്റിക് പൈപ്പ് അല്ല, അതിൻ്റെ അടിയിൽ ഇരുമ്പിൻ്റെ പൈപ്പുണ്ട്, MS കാർബൺ സ്റ്റീലിൻ്റെ റാഡുണ്ട്. ഇത് 16 mm റാഡാണ്. എത്ര ലോഡും താങ്ങും, ഒരു പ്രശ്നമില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് നമ്മൾ ഒരു നല്ല പെർമനൻറ്റ് സ്ട്രക്ചറിൽ തന്നെ ചെയ്യണം. ടെമ്പറലി എങ്ങനെയും ശരിയാക്കി വെച്ചാൽ അത് കറക്റ്റ് ആകില്ല. കാരണം ഇതൊരു 18-20 കൊല്ലത്തിൻ്റെ പുറത്ത് ഈൽഡ് കിട്ടുന്നതാണ്. ഒരു 3 കൊല്ലം കഴിയുമ്പോൾ ശരിക്കും തന്നെ റിട്ടേൺ പറ്റും. അപ്പോൾ ഇതെല്ലാം മറിഞ്ഞ് വീണാൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ. ചെയ്യുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യുക. ഇന്ത്യയൊട്ടാകെ ഡ്രാഗൺ ചെടികളുടെ നടീൽ വസ്തു വിൽപ്പനയാണ് ഫാമിലെ പ്രധാന വരുമാന മാർഗം. നമുക്ക് നടന്നതെന്ന് വെച്ചാൽ ഒന്നാമത് ആദ്യം തൈ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കട്ടിങ് തിരഞ്ഞെടുക്കണം. അത് മിനിമം 12 ഇഞ്ച് നീളങ്ങളും വേണം. അതിൻ്റെ മുകളിലായാലും കുഴപ്പമില്ല. വലിയ തൈയാവുന്ന എത്രത്തോളം വലുത് തൈയാവുന്ന അത്ര നല്ല. പക്ഷേ നമ്മൾ നഴ്സറിയിൽ നിന്ന് ഒരു അപ്രൂവ്ഡ് ഫാമിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ 12 ഇഞ്ചേ ഒരു തരത്തുള്ളൂ, അത് മതി. അത് 1/2 ഇഞ്ചേ താക്കാവും. അത് മണ്ണിൽ താക്കരുത്, കോക്കോപ്പിറ്റ് വെച്ചിട്ട് കോക്കോപ്പിറ്റിൽ താക്കാവും. നമ്മൾ നടാൻ വേണ്ടി എല്ലാം ഇട്ടിരിക്കുന്നത് ചാണകപ്പൊടി കിട്ടിയ ശേഷം ഇപ്പോൾ നടുന്നതിന് മുമ്പ് കണ്ട ലേശം രാജ്ഫോസ്റ്റ് മതി. ലേശം രാജ്ഫോസ്റ്റ് ഇടുന്നത് റോക്ക് ഫോസ്റ്റ്, അത് നാച്ചുറൽ ഫോസ്ഫറസ് ആണ്, പെട്ടെന്ന് പൊടിച്ച് വരും. എന്നിട്ട് ലേശം കോക്കോപ്പീറ്റ് മതി. കോക്കോപ്പീറ്റ് അമർത്തി വയ്ക്കുക, കണ്ട. എന്നിട്ട് കോക്കോപ്പിൻ്റെ പുറത്തായിട്ട് നട്ട് കൊടുക്കുക. എന്നിട്ട് ലേശം കോക്കോപ്പീറ്റ് കവർ ചെയ്യുക. ഓക്കെ, ഇനഫ് മതി. എന്നിട്ട് കെട്ടുകയറുണ്ട്, ഒരു കെട്ട് കെട്ടും. അങ്ങനെ 4 സൈഡിനായിട്ട് 4 എണ്ണം വെച്ച് കൊടുക്കുക. കൃഷിയിടത്തിലെ 1 ഇഞ്ച് സ്ഥലം പോലും സുരേഷ് പാഴാക്കിയിട്ടില്ല. പാറപ്പുറത്ത് പോലും ഡ്രാഗൺ വിജയകരമായി വിളയിക്കാമെന്ന് ഇദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ഇതും പാറയാണ്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ താബൂക്ക് കൊണ്ട് കെട്ടിക്കൊണ്ട് അകത്ത് ചാണകപ്പൊടിയും മണ്ണും മണലും കൂടെ ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഡ്രൈനേജ് ഹോൾ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വെള്ളം നിൽക്കുമല്ലോ, നിൽക്കാതിരിക്കാനായിട്ടാണ് ഈ പാറയും കംപ്ലീറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലവും വേസ്റ്റ് ചെയ്യണ്ട, കട്ട പാറയാണത്, നല്ല പാറയാണ്. അപ്പോൾ ഇതൊന്നും പൊട്ടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ തന്നെ ചെയ്ത്. അപ്പോൾ അതിലും കണ്ട് നിറയെ പിടിക്കുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിന് പാറയൊന്നും പ്രശ്നമില്ല, കുറച്ച് മണ്ണ് കിട്ടിയാൽ മതി. മണ്ണും മണലും കൂടെ മിക്സ് ചെയ്ത് ചാണകപ്പൊടിയുടെ മിക്സ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇവിടെ എല്ലാം അത് തന്നെയാണ്, ഇവിടെ എല്ലാം പാറയാണ്. അതുപോലെ തന്നെ ഡ്രാഗൺ നന്നായി വിളയുന്നതിന് വേണ്ട സുപ്രധാന പരിചരണ മുറകളാണ് ടിപ്പിങ്ങും പ്രൂണിങ്ങും. ഡ്രാഗൺ ഫ്രൂട്ടിന് എപ്പോഴും പ്രൂണിങ് ആവശ്യമാണ്. നമ്മൾ പോസ്റ്റ് ചെയ്താലും പ്രൂണിങ് വേണം. ട്രയലിംഗ് സിസ്റ്റത്തിൽ പ്രൂണിങ് കൂടുതൽ ആവശ്യമുണ്ട്. ഇപ്പോൾ ഇത് കണ്ട, ഇത് എക്സ്ട്രാ ഗ്രോത്താണ്. ഇതുകൊണ്ട് നമുക്ക് ഗുണമില്ല. കാരണം ഈ പ്ലാന്റിൻ്റെ കമ്പുകൾ കാണുമ്പോൾ പറയാം ഏതിൽ കാ വരും ഏതിൽ കാ വരില്ലെന്ന്. അപ്പോൾ ഒരുപാട് കമ്പുകൾ ചിലരായിരിക്കും ഒരുപാട് കമ്പ് കൂടുമ്പോൾ ഒരുപാട് കാ വരും. ഒരിക്കലും അങ്ങനെയല്ല. ആരോഗ്യമുള്ള കമ്പുകൾ എത്ര കീപ്പ് ചെയ്യും അതിലേ കാ വരത്തുള്ളൂ. ഓവർ ഗ്രോത്ത് വരുമ്പോഴത്തേക്ക് കാച്ചാലും കായുടെ സൈസ് ചെറുതാവത്തേ ഉള്ളൂ. അപ്പോൾ അമിതമായിട്ടുള്ള കമ്പൾ കണ്ട, ഇത് ഇപ്പോൾ സീസൺ വരുമ്പോൾ ഇപ്പോൾ കാച്ച് സീസണൊക്കെ വരുമ്പോഴത്തേക്ക് പുതിയ ഗ്രോത്ത് യാര് കാരണവശാലും അനുവദിക്കില്ലേ. പുതിയ ഗ്രോത്ത് എല്ലാം വെട്ടിക്കളാണ്. ഇത് കണ്ടാൽ പുതിയ ഗ്രോത്താണ്, ഇതെല്ലാം വെട്ടിക്കളാണ്. കാരണം ഇപ്പോൾ ആവശ്യമുള്ള ശിഖരങ്ങളുണ്ട്, ഇതിൽ ആവശ്യമുള്ള ശിഖരങ്ങളുണ്ട്. ഇങ്ങോട്ടുള്ള എല്ലാ ശിഖരങ്ങളും വെട്ടിക്കളാം. അതാണ് പ്രൂണിങ്. പ്രൂണിങ് എപ്പോഴും എക്സ്ട്രാ കമ്പുകൾ, ആരോഗ്യമില്ലാത്ത കമ്പുകൾ, അത് കുറേ നട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഏത് കമ്പാണ് കാ തരുന്നത്, ഏത് കമ്പാണ് വെറുതെ ഇങ്ങനെ. അങ്ങനെ വെറുതെയുള്ള കമ്പളെ ന്യൂട്രീഷൻ എടുക്കുന്നല്ലാതെ നമുക്കതുകൊണ്ട് ഗുണമൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ വെറുതെയുള്ള ഓവർ ഗ്രോത്തുള്ള കമ്പുകൾ മുറിച്ച് മാറ്റേണ്ട വേണം. പിന്നെ അതിൻ്റെ ഈ എൻ്റെ മുറിച്ചതിൻ്റെ എൻ്റെ ടിപ്പിംഗ് എന്ന് പറയും. ഡ്രാഗൺ ഫ്രൂട്ട് കണ്ട ഇത് വളർന്ന് പൂർത്തിയായില്ല. വളർന്ന് പൂർത്തിയാകുമ്പോൾ ഈ ഭാഗം കുറച്ചുകൂടെ റൗണ്ടായി വരും. അപ്പോൾ അതിൻ്റെ അഗ്രം ഒരു 2 ഇഞ്ച് മുറിച്ച് കളയാം, ഇത് കണക്ക്. അപ്പോൾ അതിനെ ടിപ്പിംഗ് എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് കായ്ക്കാനും പൂക്കാനുള്ള ടെൻഡൻസി കൂടും. ഡ്രാഗൺ ഫ്രൂട്ട് ടിപ്പിങ്ങാണ്. ഇപ്പോൾ റൗണ്ടായിട്ടൊന്ന് ഇത് കണ്ട, ഇതിപ്പോൾ ഇത് കണ്ട, ഇതിൻ്റെ വളർച്ച പൂർത്തിയായി. ഇനി ഇത് വളരില്ല. അത് വേണമെങ്കിൽ നമുക്ക് ലേശം ടിപ്പ് ചെയ്ത് കൊടുക്കാം, അത് പെട്ടെന്ന് കായ്ക്കും. ഇതെല്ലാം നമ്മൾ ടിപ്പ് ചെയ്തിരിക്കുകയാണ്. ഡ്രാഗൺ കർഷകർ നേരിടുന്ന ഫംഗസ് രോഗത്തിനും ഉറുമ്പിൻ്റെ ആക്രമണത്തിനും സുരേഷിൻ്റെ പക്കൽ പ്രതിവിധിയുമുണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വരുന്ന അസുഖം മെയിനായിട്ട് മഴയത്ത് കണ്ടിന്യൂ മഴയുമ്പോൾ ഫംഗസ് വരും. ആദ്യമൊക്കെ നമ്മൾ കൂടായിക്കുകയാണെങ്കിൽ സാഫ് പുരട്ടിയാൽ ഞാൻ ചെയ്യുന്നത് സാഫും അമിസ്റ്റർ ടോപ്പും കൂടെയാണ് പുരട്ടുന്നത്. അത് 90% റീകവർ ആകുന്നുണ്ട്. പക്ഷേ അത് എപ്പോഴും ശ്രദ്ധിക്കണം. അമിതമായി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. പല തോട്ടങ്ങളും ഫംഗസ് വന്ന് ഇപ്പം നശിക്കുന്നുണ്ട്. പണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഒരു 10 കൊല്ലം ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 കൊല്ലമായി. അന്നൊന്നും ഫംഗസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു 3 കൊല്ലമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇവിടെ മാത്രമല്ല ലോകം മൊത്തം ഉണ്ട്. ഒരുപാട് അസുഖങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട്, ഫംഗസും വേറെ ചെറിയ ചെറിയ ഡോട്ട് വരുന്ന ഒരുപാട് പ്രോബ്ലമുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കാണുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നുള്ളൂ. എനിക്കത് വലിയ പ്രോബ്ലമായിട്ട് തോന്നിയിട്ടില്ല. ആദ്യം നമ്മൾ ഇതിൻ്റെ മെയിൻ പ്രശ്നം വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പ്രശ്നം എറുമ്പുണ്ടാവരുത്. ഇതിൻ്റെ അസുഖങ്ങൾ പടർത്തുന്ന ഏകദേശം ജീവി എറുമ്പാണ്. എറുമ്പ് ഭയങ്കര നമ്മളേക്ക് എറുമ്പ് ശല്യമാണ്. എറുമ്പാണ് ഇതിൻ്റെ മെയിൻ ശത്രു. ഒന്ന് ആദ്യം പൊടിച്ച് വരുമ്പോൾ ചെറിയ മുള, അത് മധുരമുള്ളതുകൊണ്ട് എറുമ്പ് തിന്നും. അത് പ്രശ്നമല്ല, അത് തിന്നാലും ഉടനെയാണ് പറയുന്നത്. പക്ഷേ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഫംഗസ് വന്നാൽ എറുമ്പ് വേറെ സ്ഥലത്തേക്ക് ഫംഗസിനെ പരത്തും. ഫലവർഗ കൃഷി വിള വ്യാപനത്തിന് കൃഷിവകുപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിലൂടെ മികച്ച പിന്തുണയാണ് സുരേഷിന് നൽകുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ എക്സ്പാൻഷൻ ഓഫ് ഫ്രൂട്ട് പ്ലാന്റ്സ് പദ്ധതിയിൽ നിന്ന് ഇദ്ദേഹത്തിന് ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. കൃഷി വകുപ്പിൻ്റെ നഴ്സറിക്കുള്ള ലൈസൻസും ഇദ്ദേഹത്തിനായി നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ കൂടുതലായി ഇന്ത്യയുടെ വിവിധ ഭാഗത്തേക്കായിട്ട് ഇദ്ദേഹം കയറ്റി അയക്കുന്നുമുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഉദ്യാന കൃഷി വ്യാപനത്തിന് മികച്ച പദ്ധതികളാണ് ആറ്റിങ്ങൽ ബ്ലോക്കിൽ നടപ്പാക്കുന്നത്. വിവിധ ഇനങ്ങളിലുള്ള ഫലവൃക്ഷങ്ങൾ ഇപ്പോൾ നിരവധി കർഷകർ കൃഷി ചെയ്ത് നല്ല ആദായകരമായ രീതിയിൽ കർഷകർ മുന്നോട്ട് പോകുന്നുണ്ട്. ഫ്രൂട്ട് ക്രോപ്സിനോടൊപ്പം തന്നെ നമ്മുടെ പുഷ്പകൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഷെയ്ഡ് നെറ്റ്, അതുപോലെ തന്നെ പുഷ്പകൃഷി വ്യാപനത്തിനുള്ള പദ്ധതികൾ ഒക്കെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന നടപ്പിലാക്കുന്നുണ്ട്. ഇതിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ നമ്മുടെ മുതാക്കൽ കൃഷിഭവൻ, ആറ്റിങ്ങൽ ബ്ലോക്കിലെ മുതാക്കൽ കൃഷിഭവനിലെ സുരേഷ് എന്ന് പറയുന്ന കർഷകൻ ഏകദേശം 5 വർഷത്തോളമായി അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നു. ഒപ്പം തന്നെ അതിൻ്റെ കട്ടിങ്സ്, അതായത് നമ്മുടെ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് വിവിധ കർഷകർക്കായി വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വളരെ ആദായകരമായ കൃഷി രീതിയിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഡ്രാഗൺ മാത്രമല്ല, ഡ്യൂറിയാൻ, അവക്കാഡോ ഉൾപ്പെടെയുള്ള വിവിധ ഫലവിളകളും ഇവിടെ വിളയുന്നുണ്ട്. ഈ ഒരു ഫ്രൂട്ട് ഇപ്പം ആറ്റിങ്ങിൽ എനിക്ക് തോന്നുന്നു വേറെ ആർക്കെങ്കിലും പ്ലാന്റ് ഉണ്ടോയെന്ന് അറിയില്ല. ഇതിപ്പോൾ ഗൾഫിൽ ഒക്കെ ജീവിച്ചവരെ കൂടുതൽ അറിയാം. ഡോറിയാൻ എന്ന് പറയും. ഈ തായ്ലാൻഡ്, വിയറ്റ്നാം അങ്ങനെ രാജ്യങ്ങളാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്. ഒരു ചക്ക 2000-2500 വില വരും. പക്ഷേ ആദ്യം കഴിക്കുന്നവർ പറയും അയ്യോ ഡോറിയാൻ ബാഡ് സ്മെല്ലല്ലേ, വെള്ളത്തുള്ളി സ്മെല്ലല്ലേ, എന്തിനാ കഴിക്കുന്നത്. പക്ഷേ ഒരിക്കൽ നമ്മൾ ആ ഫ്രൂട്ട് കഴിച്ചാൽ നമ്മൾ ആ ഫ്രൂട്ടുമായിട്ട് ഇണങ്ങിച്ചേരും. വളരെ സ്വാദിഷ്ടമായ ഫ്രൂട്ടാണ്, വളരെ പ്രോഫിറ്റുള്ള ഫ്രൂട്ടാണ്, കംപ്ലീറ്റ് പ്രോട്ടീൻ അടങ്ങിയൊരു ഫ്രൂട്ടാണ്. മലയാളികൾ ഇത് കഴിക്കാൻ വേണ്ടി മാത്രം ഇന്തോനേഷ്യ, വിയറ്റ്നാമിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ റിച്ച് ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ, ഈ ഫ്രൂട്ടിൻ്റെ അഡിക്റ്റായ ആൾക്കാർ. നല്ല രസമുള്ള ഫ്രൂട്ടാണ്, ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കും കൃഷി ചെയ്യാം, പക്ഷേ അല്പം സ്പേസ് വേണം. സ്ഥലമുള്ളവർക്ക് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഇതിൻ്റെ ഒരുപാട് ബഡ് തൈകൾ വരുന്നുണ്ട്. ബഡാണെങ്കിൽ 4-ാം കൊല്ലം കായ്ക്കും. ഇതിപ്പോൾ 8-ാം കൊല്ലമാണ് കായ്ച്ചത്, 8 കൊല്ലമായി.
നാലാമത്തെ പ്രാവശ്യമാണ് കായ്ക്കുന്നത്. ഈ പ്രാവശ്യം ധാരാളം കാച്ച്, പക്ഷേ കാലാവസ്ഥ പ്രതികൂലമുണ്ട്, ഭയങ്കര കാറ്റും മഴയുണ്ട്, ഒരുപാട് കൊഴിഞ്ഞു പോയി. ഇതിപ്പോൾ വിളയാറായി, ഒരു മാസം ഞാൻ പറിക്കാം. നല്ലൊരു ഫ്രൂട്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. അവക്കാഡോ ഉണ്ട്, നമ്മൾ 2 അവക്കാഡോ വെച്ചായിരുന്നു, ഒന്നത് ചെറിയ പ്രശ്നത്തിൽ പാഴിപ്പോയി. അല്ല, ഇത് കണ്ട നിറയെ കാച്ച്. ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞ് കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത് പിന്നെയും കാച്ച് കണ്ട നിറയെ കാച്ച്. അവക്കാഡോ സാധാരണ ഹൈ റേഞ്ചിലാണ് ഉണ്ടാകുന്നത്, നമ്മളെ നാട്ടിലുണ്ടാവും. പക്ഷേ തൈ നമ്മൾ വാങ്ങുമ്പോൾ സെലക്ട് ചെയ്ത് വാങ്ങണമെന്നുള്ളൂ. നമ്മൾ ഇടുക്കിയില അവിടെയൊക്കെ ഉള്ള മരങ്ങൾ ഇവിടെ കൊണ്ടുവച്ചാൽ കായ്ക്കില്ല. അതുകൊണ്ട് സമ്മർ ഹോട്ട് ക്ലൈമറ്റിലുള്ള അവക്കാഡോ വാങ്ങണം. നോയിക്കണ്ട് വാങ്ങിച്ചാൽ അവക്കാഡോ നമുക്ക് ചെയ്യാമെന്നുള്ളൂ. പക്ഷേ അതിന് വെള്ളം കറക്റ്റ് ഒഴിക്കേണ്ടി വരും. 1-2 ജലസേചനം കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കായ്ക്കില്ല. മാംഗോഷൻ കണ്ട നിറയെ കാച്ചിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം കഴിയാറായി, ഉണ്ട് എങ്കിലും കുറച്ചേ ഉള്ളൂ. കഴിയാറായി, ഒരുപാട് നമ്മൾ പറിച്ചെടുത്ത് കുറച്ച് തറയിൽ വീണ് പഴുത്ത് നല്ല കായാണ്. മാംഗോസ്റ്റിൻ്റെ വളരെ സ്വീറ്റാണ് മാംഗോസ്റ്റിൻ. നമ്മൾ അത്യാവശ്യത്തിന് കഴിക്കാൻ ചക്കയും വെച്ചിട്ടുണ്ട്, പ്ലാവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിയറ്റ്നാം ഏർലിയാണ് വെച്ചിരിക്കുന്നത്. കാണാം വിയറ്റ്നാം ഏർലി. എപ്പോഴും ചക്ക കാണും, നമുക്ക് എപ്പോഴും ചക്ക കാണും. ഇന്നലെ കുറച്ച് നമ്മൾ അടത്തേ ഉള്ളൂ, ഇപ്പോഴും ഒരുപാട് ചക്ക നിൽപ്പുണ്ട്. ഇത് കംപ്ലീറ്റ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് കിളി കൊത്തിക്കൊണ്ട് പോകുകയാണ് കവർ ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാൽ നിറയെ ചക്കയുണ്ട്. 3 പ്ലാവിലും ചക്കയുണ്ട്. 4 പ്ലാവ് വെച്ചിട്ടുണ്ട് വിയറ്റ്നാം സൂപ്പർ ഏർലി. അത്യാവശ്യം ചക്കയും കിട്ടണമല്ലോ, ചക്ക നല്ലതല്ലേ. ഇത് ലെമൺ ലോഗനാണ്. ഇത് എന്ന് വെച്ചാൽ ശരിക്കും പേര് കണക്കിന് നാരങ്ങയുടെ അത്ര വലുപ്പമുണ്ട് ലോഗൻ. നല്ല തൈസാണ്, കുരു തീരെ ചെറുതാണ്. ഇത് സീഡ്ലിംഗ് ആണ്. കഴിഞ്ഞ കൊല്ലം ഒരു 5-6 കാ കിട്ടി. ഈ കൊല്ലം ഇനിയിപ്പോൾ നല്ലോണം കാ കിട്ടുമെന്ന് തോന്നുന്നു. നല്ലൊരു വെറൈറ്റിയാണ് ലെമൺ ലോഗൻ. ഇത് ഇന്തോനേഷ്യയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്തുകൊണ്ട് തന്നാണ്. ഇത് റംബുത്താൻ N18 ആണ്. ഇതിപ്പോൾ സാധാരണയായിട്ട് എല്ലായിടത്തും ഉണ്ട്, എങ്കിലും ഈ പ്രാവശ്യം റംബുത്താൻ ക്ലൈമറ്റ് വളരെ മോശമാണ് കേരളത്തിൽ. കാരണം ഈ അമിതമായ മഴയും കാറ്റും കൊണ്ട് ധാരാളം കാ ചൊരിഞ്ഞ് ആ താഴെ നിങ്ങൾക്ക് കാണാം. ഈ കറുത്തുകൾ നമുക്ക് നല്ല കായായിരുന്നു, ഇഷ്ടംപോലെ പിടിച്ചായിരുന്നു. ചൂടത്തൊക്കെ ഒഴിയാതെ വെള്ളം ഒഴിച്ചവിടെ നിന്ന്. പക്ഷെ അമിതമായ മഴയും കാറ്റുമാണ്. പിന്നെ കാറ്റാണ് മെയിൻ പ്രശ്നം. അത് ഒരുപാട് കൊഴിഞ്ഞ്, എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. പക്ഷേ അതായത് ഫ്ലഷത്തി കുറവാണ് ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട്. കഴിഞ്ഞ കൊല്ലം ധാരാളം ഉണ്ടായിരുന്നു, കുരു കുറവായിരുന്നു. N18 നല്ല സ്വീറ്റാണ്. ഡ്രാഗൺ പഴ കൃഷിയിൽ ചൂടിനും വെളിച്ചത്തിനും പ്രത്യേക പ്രാധാന്യമുണ്ട്. ചൂട് ഡ്രാഗൺ ഫ്രൂട്ട് 2 ക്ലൈമറ്റിൽ പറ്റത്തില്ല. അതായത് -4 4ൻ്റെ താഴോട്ട് വന്നാലും പ്രശ്നമാണ്, ചെയ്യാൻ പറ്റില്ല, തണുപ്പടി. അതിനൊക്കെ തന്നെ 40ൻ്റെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. 40ൻ്റെ പുറത്തോട്ട് പോകുമ്പോൾ പ്ലാന്റ് നശിച്ചു പോകില്ല, എങ്കിലും പ്ലാന്റിന് ഡാമേജ് വരും. അതായത് യെല്ലോ കളറായിട്ട് പ്ലാന്റ് പൊട്ടും. അപ്പോൾ കൂടെ ആ പൊട്ടുന്നതിൽ ഫംഗസിനെ പിടിച്ചാൽ പ്ലാന്റ് പാഴിപ്പോവും. അപ്പോൾ അങ്ങനെ പൊട്ടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റ് ക്ലേ, അതായത് മണ്ണ് തന്നെയാണ്, കാവുലിൻ ക്ലേ എന്ന് പറയും. വൈറ്റ് ക്ലേ മണ്ണ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പമ്പിൽ കട്ടി കുറച്ച് മണ്ണ് ഇതരിച്ച് ക്ലേ എടുത്തിട്ട് ക്ലേ വാങ്ങാൻ കിട്ടും. ആ ക്ലേ വാങ്ങിച്ച് ബക്കറ്റിട്ട് ലൂസാക്കി വെള്ളം ഒഴിച്ച ശേഷം അത് അരിച്ച് പമ്പിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ അടിച്ചു കൊടുത്താൽ മൊത്തം വൈറ്റ് കോട്ട് ചെയ്താണ് ഇരിക്കും, വൈറ്റ് പെയിൻറ്റ് അടിച്ചാണ് ഇരിക്കും. അപ്പോൾ നമുക്ക് 40 ഡിഗ്രി ചൂടുണ്ടെങ്കിൽ 35-36 പ്ലാന്റിന് ഫീൽ ചെയ്യും. ഒരു 3-4 ഡിഗ്രി ചൂട് കുറഞ്ഞ് കിട്ടും, അങ്ങനെ അസുഖം വരത്തില്ല. അപ്പോൾ വർഷത്തിൽ നമ്മൾ 2 പ്രാവശ്യം അടിക്കാറുണ്ട്. അപ്പോൾ വന്ന് കണ്ടാൽ നല്ല രസമാണ്, കമ്പിട്ട് വെള്ളം നിൽക്കും. വെള്ള കളർ അടിച്ചാൽ വീട് വൈറ്റ് വാഷ് ചെയ്തെന്നൊക്കെ തോന്നുന്നു. നിങ്ങൾക്ക് ചില വീഡിയോകളും കാണാം, വീഡിയോയിൽ നോക്കിയാൽ മതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ് 3 മാസമേ ഡ്രാഗൺ ഫ്രൂട്ട് 4 മാസമേ കായ്ക്കും. നമുക്ക് 360 ദിവസവും വേണമെങ്കിൽ പ്ലാന്റ് കായ്പ്പിക്കാം, 360 ദിവസവും. പക്ഷേ അതിനൊത്തിരി പണിയുണ്ട്, അതിൻ്റെ ചിലവുണ്ട്. അതായത് ലൈറ്റ്നിങ് സിസ്റ്റം എന്ന് പറയും. ലൈറ്റ്നിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ വിയറ്റ്നാമാണ് ആദ്യം കൊണ്ടുവന്നത്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മുകളിലായിട്ട് 9 വാൾട്ടിൻ്റെ ഒരു ലൈറ്റ് കൊടുക്കുക. വൈകിട്ട് ഒരു 7-7:30 മണി തൊട്ട് രാവിലെ ഒരു 6-7 മണി വരെ കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ 360 ദിവസവും കാ കിട്ടും. കേരളത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി കർഷകർക്കിടയിൽ വ്യാപിക്കുന്നതിനാൽ മൂല്യവർദ്ധനവിനും പ്രാധാന്യം നൽകണമെന്ന് സുരേഷ് അടിവരയിടുന്നു. മാർക്കറ്റിംഗ് അറിയാത്ത ഒരു കർഷകനും വിജയിക്കാൻ പറ്റില്ല. നമ്മൾ സാധനം ബൾക്കായിട്ട് ഉണ്ടാക്കിയിട്ട് അതെങ്ങനെ വിറ്ററിയാമെന്ന് അത് നോക്കണം. അപ്പോൾ ഇത് മാക്സിമം നമുക്ക് ഫ്രൂട്ടായിട്ട് വിൽക്കാൻ പറ്റാത്ത ആൾക്കാർ അതിൻ്റെ പല സൈഡ് സാധനങ്ങളും ഉണ്ടാക്കാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ അതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, പല കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇനി വൈൻ ഉണ്ടാക്കുന്നത് 5 സ്റ്റാർ ഹോട്ടലിലെല്ലാം ഫ്രൂട്ടിൻ്റെ ഇതിൻ്റെ വൈൻ ഉണ്ടാകുന്നുണ്ട്. വൈൻ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒരു ബോട്ടിൽ വൈന് 4000-5000 രൂപ പുറത്ത് വിലയുണ്ട്. വൈൻ നല്ല ഡിമാൻഡാണ്. അപ്പം വേറൊരു പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടാക്കാം. ഇന്ന് ലോകത്ത് മിക്കവാറും കേരളത്തിന് ഇന്ത്യയിൽ മൊത്തം എല്ലാവർക്കും ഒരു 100 പേരെ എടുത്താൽ ഒരു 60 വയസ്സ് 100 ഒരു 20% ഒരു 10% ഷുഗർ പേഷ്യൻ്റ് ഉള്ളവരുണ്ട്. അവർക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഫുഡാണ് ഇന്നുണ്ടാകുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ബിസ്ക്കറ്റ്. യാതൊരു ആർട്ടിഫിഷ്യൽ സാധനം ചേർക്കാത്ത, പഞ്ചസാരയോ മറ്റൊന്നും ചേർക്കാത്ത ഫ്രഷ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൊലി എടുത്ത് കഴിഞ്ഞിട്ട് ഒരു മെഷീനിൽ നമ്മൾ കൊടുത്താൽ
അത് വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ ആ മെഷീനിൽ നിന്ന് ബിസ്ക്കറ്റായിട്ട് ഓട്ടോമാറ്റിക് പാക്കറ്റ് വരും. അത് ഗുജറാത്തിൽ 2 പേർ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അത് 1 വർഷത്തോളം ഇരിക്കുകയും ചെയ്യും. അതിൻ്റെ കാലാവധി അത് പല സ്ഥലത്തേക്കും അവർ കയറ്റി വിടുന്നുണ്ട്. വിദേശത്ത് നിന്ന് ആർജിച്ച കൃഷി അറിവുകൾ സ്വദേശത്ത് പറിച്ചു നടാൻ സുരേഷിന് സഹായകമായത് കൃഷി വകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനുമാണ്. നമുക്ക് പരിചിതമല്ലാത്ത ഡ്രാഗൺ വിദേശ ഇനങ്ങൾ പ്രാദേശികമായും രാജ്യാന്തര തലത്തിലും പ്രചരിപ്പിക്കുന്ന സുരേഷിനെ പോലെയുള്ള കർഷകരെ സഹായിക്കുന്നതിനായി കൂടുതൽ പദ്ധതികളുമായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും രംഗത്തുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 9443 89 144.